മമ്മൂട്ടി 2026 ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകൾ. മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ബാക്കിയുള്ള നടന്മാരിൽ വ്യത്യസ്തമാണ്. പെട്ടെന്നൊരു തിരക്കഥ, പെട്ടെന്നൊരു സംവിധായകന്റെ നല്ല ഒരു അടിപൊളി സ്ക്രിപ്റ്റ് കിട്ടിയാൽ പെട്ടെന്ന് ആ പ്രൊജക്റ്റിലിട്ട് മമ്മൂട്ടി മാറും. എന്നാലും ഉറപ്പിച്ചുള്ള 4-5 പ്രോജക്റ്റുകൾ 2026 മമ്മൂട്ടിയുടെ വകയുണ്ട്. പാട്രിയോട്ടും ചത്തപ്പച്ച ജനുവരിയിലുണ്ട്. പാട്രിയോട്ട് മെയിലും റിലീസ് ചെയ്തതിനു ശേഷം മമ്മൂട്ടി ആദ്യമായിട്ട് ജനുവരിയിൽ അഭിനയിക്കുന്ന ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രമാണ്. വിധേയനും മതിലുകൾക്കും ഒക്കെ ശേഷം ഗംഭീര ഒരു ചിത്രമായിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ക്ലാസ് സിനിമയേ ഉള്ളൂ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ എപ്പോഴും അതൊരു ഗംഭീര ചിത്രങ്ങളായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് മമ്മൂട്ടി നിതീഷ് സഹദേവൻ ചിത്രമാണ്. ഒരു ഫുൾ ടൈം ഒരു രാജമാണിക്യം പോലെ ഒരു എന്റർടൈനർ സിനിമയാണ്. ആക്ഷൻ, കോമഡി എല്ലാം തികഞ്ഞ ഒരു സിനിമ. മമ്മൂട്ടി ഏറെക്കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ഫുൾ എന്റർടൈൻമെന്റ് പടത്തിൽ വരുന്നത്. ഫാലിമിക്ക് ശേഷം നിതീഷ് സഹദേവൻ സമയം ചെയ്ത പടം, എല്ലാ ടെക്നിക്കൽ ക്രൂസും എല്ലാം അടിപൊളിയാണ്. ഇതാണ് മമ്മൂട്ടി രണ്ടാമത് അഭിനയിക്കുന്ന സിനിമ. മൂന്നാമത് രഞ്ജിത്തിന്റെ സിനിമയിൽ മമ്മൂട്ടി ക്യാമിയോയിൽ വരുന്നുണ്ട്. കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറഞ്ഞ ബ്ലാക്കിലെ കഥാപാത്രമാണെന്ന് പറയുന്നുണ്ട്. രഞ്ജിത്തിന്റെ അല്ലാതൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി നായകനാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിന്റെ പടത്തിൽ ക്യാമിയോ എന്നുള്ളത് മമ്മൂട്ടി ഉറപ്പിച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ഉണ്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഉണ്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ഒന്നിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മാർക്കോയുടെ പ്രൊഡ്യൂസറോട് ഒന്നിക്കുമ്പോൾ ഇതൊരു വലിയ സിനിമയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ ഒന്നായി മാറും ഉറപ്പായിട്ടും. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ചിത്രം ഫാൻസാർക്ക് ഒരു വിരുന്നൊരുക്കുന്ന 2 സിനിമകളായിരിക്കും ഈ പറഞ്ഞ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നിതീഷ് സഹദേവൻ പടവും ഖാലിദ് റഹ്മാൻ സിനിമയും. പിന്നെ തമിഴിൽ 2 പ്രൊജക്റ്റുകൾ കേൾക്കുന്നുണ്ട്. ധനുഷ് മമ്മൂട്ടി പ്രൊജക്ട് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി 24 കോടി റെമ്യൂണറേഷൻ ഒക്കെ മേടിച്ചു എന്ന് പറയുന്നു. അന്നേരം ധനുഷിനും ഒരു കംബാക്ക് വളരെ ആവശ്യമാണ്. മമ്മൂട്ടിക്ക് എന്തായാലും അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം വേറെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം മമ്മൂട്ടിയുടെ ഒരു പുതുമുഖ ഡയറക്ടർ അല്ലെങ്കിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളുമായിട്ട് 1-2 പ്രോജക്റ്റുകൾ മമ്മൂട്ടി ചേർന്നിരിക്കാം. എന്തായാലും ഇതെല്ലാം കൺഫേംഡ് പ്രോജക്റ്റാണ്. മമ്മൂട്ടിക്ക് 2026 മിന്നുന്ന വർഷമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം.